വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരൊറ്റൊരു മാവ് കുഴച്ചത് കൊണ്ടുണ്ടാക്കിയ 2 തരം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല സ്നാക്സായും ഡിന്നറായും ഒക്കെ കഴിക്കാവുന്നതാണ്. അതുമാത്രമല്ല നമുക്കിത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആയും കൊടുത്തുവിടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. ഇതുണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. 200 ml കപ്പിൽ ഏകദേശം 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്ത പൊടിക്ക് ഇതുപോലെ നോർമൽ വാട്ടറിൽ കുഴച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടി നിങ്ങൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോഴും അതുപോലെ ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇതിനു വേണ്ടി നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടി മുഴുവനായിട്ടും ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള 2 ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ചെറുതായി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ നീളത്തിൽ കുറച്ച് വണ്ണം കുറച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു വണ്ണത്തിൽ ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം വണ്ണത്തിൽ കട്ട് ചെയ്തെടുക്കാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ റോള് ചെയ്തെടുത്തത് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവിൽ ഏകദേശം പകുതിയോളം നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവിൻ്റെ ഏകദേശം പകുതിയോളം ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പകുതി മാവും ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ ചെരിച്ചിട്ടല്ല കട്ട് ചെയ്യുന്നത്, നേരെ അങ്ങ് താഴോട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് അല്ല, എന്നാൽ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലൊക്കെ ഉള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി പകുതി മാവ് നമ്മൾ ഈ ഒരു ഷേപ്പിലും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതും ഇതും രണ്ടും കൂടി ഒരുമിച്ചങ്ങ് ആവി കയറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് ഒരു ഇഡലി തട്ട് വെച്ച് അതിന് മുകളിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പം നമ്മൾ കുഴച്ച് വെച്ച മാവ് മുഴുവനായിട്ടും ഷേപ്പ് ചെയ്ത് ആവി കയറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/2 കഷ്ണം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇനി ചെറിയ സവാളയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും എടുത്തോളൂ. അപ്പോൾ ഇത് സവാള നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാതെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്നതിൽ നിന്നും നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ട് ആ ചെരിഞ്ഞ ഷേപ്പിലുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ആവി കയറ്റി നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇതെല്ലാം ഓൾറെഡി വെന്തതാണ്. ഈ മസാലയും എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടുകയേ വേണ്ടൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കാണുമ്പോൾ ഏകദേശം പാസ്ത ഉണ്ടാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഐറ്റം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് പോകാം. രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഈ ഒരു റെസിപ്പിക്ക് എനിക്ക് മറ്റേതൊരു എണ്ണയേക്കാളും ഈ ഒരു കൊക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കണമെന്നില്ല, ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് സവാള നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്നതിൽ നിന്നും നമ്മൾ രണ്ടാമത് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റവും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഒരൊറ്റൊരു മാവ് കുഴച്ചത് കൊണ്ട് നമ്മൾ 2 രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മളിത് ആവി കയറ്റി എടുക്കുന്നതും ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുണ്ടാക്കി ആവി കയറ്റി വെക്കുകയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ഇത് ഒരു രീതിയിൽ ഉണ്ടാക്കാം. ഡിന്നറായിട്ട് വേണമെങ്കിൽ രണ്ടാമത്തെ രീതിയിലും ഉണ്ടാക്കാം. ഒരേ മാവിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും രണ്ടിനും 2 ടേസ്റ്റാണ്. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ നല്ലതാണ്. അതുമാത്രമല്ല നമുക്കിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സായും കൊടുത്തുവിടാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.